മഹാത്മാഗാന്ധി ഫോർട്ട് കൊച്ചിയിലെത്തിയതിന്റെ 100ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. മഹാത്മാഗാന്ധി ഫോർട്ട് കൊച്ചിയിലെത്തിയതിന്റെ 100ാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി ഫോർട്ട് കൊച്ചിയിൽ പരിപാടികൾ സംഘടിപ്പിച്ചു. ഫോർട്ട് കൊച്ചി ബോട്ട് ജെട്ടിയിൽ നിന്ന് ചരിത്ര പദയാത്ര സംഘടിപ്പിച്ചു. പദയാത്രയുടെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ NSK ഉമേഷ് നിർവഹിച്ചു. ഇന്നത്തെ ഈ പരിപാടിയുടെ ഓർഗനൈസേഴ്സ്, ഡിയർ ഫ്രണ്ട്സ്, സിസ്റ്റേഴ്സ്, വളരെ വളരെ സ്പെഷ്യൽ പ്രോഗ്രാമാണ് ഇത്. മഹാത്മാഗാന്ധിജിയുടെ 100th ആനിവേഴ്സറി ഓഫ് വിസിറ്റ് ടു ഫോർട്ട് കൊച്ചി എന്ന് പറയുമ്പോൾ എത്ര ഒരു സ്പെഷ്യൽ മൊമെൻ്റ് ആണ്. ലോകത്തിന് തന്നെ ഒരു ഗ്ലോബൽ സിറ്റിസനായ നമ്മുടെ ഫാദർ ഓഫ് ദ നേഷനായ മഹാത്മാഗാന്ധി ഇവിടെ വന്നിട്ട് 100 years എന്ന് പറയുമ്പോൾ ഇന്നും നമ്മുടെ സൊസൈറ്റിയിൽ മഹാത്മാഗാന്ധിയുടെ ആവശ്യം എല്ലാ ഫീൽഡ്സിലും ഇപ്പോഴും നമുക്കുണ്ട്. മഹാത്മാഗാന്ധിയുടെ നിങ്ങളെല്ലാവരും ഇവിടെ ഉള്ള യങ്സ്റ്റേഴ്സ് മഹാത്മാഗാന്ധിയുടെ ലൈഫ് തന്നെ, മൈ ലൈഫ് ഇസ് മൈ മെസ്സേജ് എന്നാണ്. മഹാത്മാഗാന്ധിയുടെ ലൈഫിലുള്ള മഹാത്മാഗാന്ധിയുടെ കളക്റ്റഡ് വർക്ക്സ് എനിക്കിവിടെ പറയാനുള്ളത്, കുട്ടികളെല്ലാവരും ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ ഒരു മെസ്സേജായിട്ട് നമ്മുടെ യുവതലമുറ മഹാത്മാഗാന്ധിയുടെ ഓട്ടോബയോഗ്രഫി, അത് മാത്രമല്ല കളക്റ്റഡ് വർക്ക്സ്, മഹാത്മാഗാന്ധി ഓരോരോ കാര്യത്തെക്കുറിച്ചും, അത് ആൽക്കഹോളിസം ആയിരിക്കാം, ഗ്രീഡ്, എൻവിറോൺമെൻറ്റ്, വിമൻ, ഇങ്ങനെ സെൽഫ് റിലയൻസ്, ഇങ്ങനെ നോൺ വയലൻസ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും മഹാത്മാഗാന്ധി ഒരു പയനീയറായിരുന്നു. മഹാത്മാഗാന്ധി അപ്പോൾ പറഞ്ഞപ്പോൾ അത് വളരെ പുതിയ കാര്യങ്ങളായിരുന്നു. പക്ഷെ ലോകത്തിന് തന്നെ ബാക്കിയുള്ള എല്ലാ നോൺ വയലന്റ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്സിന് ഒരു റോൾ മോഡലായിട്ട് മാറിയ വ്യക്തിയാണ്. ഏറ്റവും മഹാനാണ് മഹാത്മാഗാന്ധി. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഗാന്ധിജി അറ്റ് ഫോർട്ട് കൊച്ചി 100 എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത്. രാവിലെ പദയാത്രയും 10 മണിക്ക് ചിത്രരചനാ മത്സരവും സംഘടിപ്പിച്ചു. ചിത്ര പ്രദർശനം, പ്രശസ്ത കലാകാരന്മാരുടെ ചിത്രകലാ ക്യാമ്പ്, സർവമത പ്രാർത്ഥന, ഗാന്ധിജി അനുസ്മരണവും ദീപം തെളിയിക്കൽ എന്നീ പരിപാടികളും സംഘടിപ്പിച്ചു. ഗാന്ധിജി മട്ടാഞ്ചേരിയിൽ താമസിച്ച അദ്ദേഹത്തിന്റെ സുഹൃത്തായ മധുർദാസിന്റെ പൗത്രനും ചടങ്ങിൽ പങ്കെടുത്തു. സാജൻ മണ്ണാളി, അഗസ്റ്റസ് സിറിൽ, KJ സോഹൻ, ദീപക് പുജാര തുടങ്ങിയവർ നേതൃത്വം നൽകി. ചരിത്ര മുഹൂർത്തത്തിലാണ് നമ്മൾ ഇന്ന് ഈ മണ്ണിൽ നിൽക്കുന്നത്. ഇന്ത്യ കണ്ട ലോകം കണ്ട ഏറ്റവും വലിയ മഹാൻ ഒരു 100 വർഷം മുൻപ് ഈ മണ്ണിൽ വന്നിറങ്ങി. അത് അന്നത്തെ ജനങ്ങളെ കോരിത്തരിപ്പിച്ചു എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഇന്നും സ്ഥിതി വ്യത്യസ്തമല്ല. ഇന്നും മഹാത്മജി ജീവിതത്തിൽ എന്തിനൊക്കെ വേണ്ടി നിന്നിട്ടുണ്ടോ അതൊക്കെ ഇന്ന് ഇരട്ടി ഇന്ന് നമ്മുടെ നാട്ടിൽ വീണ്ടും ആവശ്യമായി വന്നിരിക്കുകയാണ്. എനിക്കറിയാം, എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളുണ്ട്. പക്ഷെ അദ്ദേഹം കൊച്ചിയിൽ തന്നെ വരേണ്ടിയിരുന്നു. കാരണം ഇത്രയും മതസൗഹാർദ്ദത്തോടെ തിങ്ങിപ്പാർക്കുന്ന മറ്റൊരു സ്ഥലം ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.